രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കോൺഗ്രസ് നടപടി പ്രതീക്ഷ നൽകുന്നതെന്നാണ് കെ രമ എംഎൽഎയുടെ പ്രതികരണം. ധാർമ്മികതയില്ലാത്തവർ രാഷ്ട്രീയ രംഗത്ത് തുടരരുതെന്ന സന്ദേശമാണ് പുറത്താക്കൽ. രാഹുലിനെതിരായ ആരോപണം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവില്ല എന്നുകൂടി കെ രമ എംഎൽഎ പറഞ്ഞുവെക്കുന്നു. നേതാക്കൾക്കെതിരായ ആരോപണങ്ങളിൽ CPM തീവ്രത അളക്കുന്ന ഘട്ടത്തിലാണെന്നും കെ രമ പരിഹസിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്ന വിവാദങ്ങൾ ചർച്ചയാവുമല്ലോ, അതെങ്ങനെയായിരിക്കും ശരിക്കും ബാധിക്കുക? അല്ല, അത് ചർച്ചയാവുന്നില്ല. അത് തീർച്ചയായിട്ടും അതൊരു പ്രശ്നമാണ്. പൊതുപ്രവർത്തകർക്കുണ്ടായിരിക്കേണ്ട രാഷ്ട്രീയ ധാർമ്മികത ഒക്കെ പുലർത്തണം എന്നുള്ളത് പൊതുപ്രവർത്തകർ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അതിനെതിരെ കോൺഗ്രസ് പാർട്ടി വളരെ ശക്തമായ നിലപാടെടുത്തു എന്നുള്ളത് മാതൃകാപരമാണ്. ഒരുപക്ഷെ ഈ ആരോപണം ഉയർന്നു വന്ന ഉടനെ തന്നെ ആണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം മാറ്റി നിർത്തി. പാർലമെന്ററി പാർട്ടി അധ്യക്ഷതയിൽ നിന്ന് പുറത്താക്കി. അപ്പം അങ്ങനെയൊക്കെ ധീരമായ നിലപാടെടുത്ത് എന്ന് പറയുന്നത് ആളുകൾക്ക് വലിയ പ്രതീക്ഷയാണ്. അത്തരം രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ എടുക്കുന്നത്. അത് വേണം എന്നുള്ള അഭിപ്രായമാണ്. ഏറ്റവും അവസാനം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയിരിക്കുകയാണ്. അപ്പം അതൊരു വലിയ കോൺഗ്രസിനെതിരെയുള്ളൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. അത്തരം വ്യക്തികൾ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ ഇതുപോലെ നിലനിൽക്കരുത് എന്നൊരു സന്ദേശം കൂടി അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കൂടി മാതൃകയാക്കേണ്ടതാണ്. ഇപ്പോൾ CPM ഇപ്പോഴും അത്തരം ആളുകൾ തുടരുകയാണ്. അപ്പോഴും അവർ തീവ്രത അളക്കാനും പാർട്ടി കോടതി തീരുമാനിക്കാനും ഒക്കെ കഴിയുന്നത് നമ്മൾ കാണുകയാണ്. എത്രയായിട്ടും അവർക്കൊരു മാതൃകയായിട്ട് നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അതും പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട്. അപ്പം അതിനെതിരെ അതൊന്നും വലിയ പ്രശ്നമായിട്ട് താഴേക്കടയിലേക്ക് വരുന്നില്ല. മുകേഷിന്റെ വിഷയങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ മഹിളാ അസോസിയേഷൻ തന്നെ പറഞ്ഞത് അത് തീവ്രത കുറഞ്ഞാണെന്ന് പറഞ്ഞ് അതിനെ ലഘൂകരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അല്ല, അതാണ് കാരണം വെച്ചാൽ CPMന്റെ നേതൃത്വം എന്താണോ പറയുന്നത് അതാണല്ലോ അണികൾ പറയുക. അപ്പം സംസ്ഥാന നേതാക്കൾ പോലും അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തൊട്ട താഴെയുള്ള ആളുകളും അതേ പ്രതികരിക്കുള്ളൂ. അതാണ് ആ മഹിളാ നേതാവിൻ്റെ അടുത്ത് നിന്ന് കാണാൻ വേണ്ടി സാധിച്ചത്. തീവ്രതയിലേക്കൊക്കെ അളക്കുന്നൊരു മാനദണ്ഡത്തിലേക്ക് വരുന്നത് അത് തങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞു തരുന്നത് അവർ അനുസരിക്കുകയാണ്. അത് പൊതുസമൂഹം വിലയിരുത്തും. രാഹുൽ MLA സ്ഥാനം കൂടി രാജിവെക്കുന്ന ഒരു ആവശ്യം കൂടി ശരിക്കും ഉയർന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട്, പാർട്ടി തന്നെ ഉയർന്നു. അതെ, എല്ലാ ഭാഗത്തുനിന്നും അതുണ്ട്. അത് ഞാൻ പറഞ്ഞത് പ്രവർത്തകർ ഉണ്ടായിരിക്കേണ്ട രാഷ്ട്രീയ ധാർമ്മികത പുലർത്താതെ അത്തരം ആളുകളൊന്നും അതുപോലെയുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കരുത് എന്നുള്ളത് തന്നെയാണ് പൊതുവെയുള്ള വികാരം. അതിലൊന്നും ആരും എതിരല്ല.